ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് സർക്കാരിന്റെ വീഴ്ചകളെ പറ്റി പറയുമ്പോൾ ഈ വീണ ജോർജ് അടക്കമുള്ള ആൾക്കാർ പറയുന്നത് സിസ്റ്റം തകരാറിലാണ്. ഏതാണ് സിസ്റ്റം? സിസ്റ്റം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരും അവർ നടത്തുന്ന അഴിമതികളുമാണ്. ഈ ഉദ്യോഗസ്ഥരെന്ന് നിലക്ക് നിർത്താനായിട്ട് CPM ഒരിക്കലും സാധിക്കില്ല. കാരണം CITU എന്ന് പറയുന്ന ഒരു സംഘടനയാണ് പിന്നിൽ നിന്ന് ഇതെല്ലാം ഭരിക്കുന്നതും നയിക്കുന്നതും. ഞാൻ കൊച്ചിക്കാരിയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു മേയറുണ്ട്, മിനി എന്നോ മറ്റോ ആണ് അവരുടെ പേര്. കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായിട്ടാണ് അവർ മേയറായിട്ട് കയറിയിരുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരിക്കലും ഇതുപോലെ ജനങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കാറില്ല. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ട് ഒരു ലൈവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗോ ഒരു സംഗതി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. കൊച്ചി കോർപ്പറേഷന്റെ കാര്യം മാത്രമല്ല, ബാക്കിയുള്ള കോർപ്പറേഷനുകളിൽ നിങ്ങൾ എടുത്തു നോക്കുക, മുനിസിപ്പാലിറ്റികൾ എടുത്തു നോക്കുക, പഞ്ചായത്തുകൾ എടുത്തു നോക്കുക. നിങ്ങൾ നോക്കി വോട്ട് ചെയ്യാത്തത് കൊണ്ട് മാത്രം ഇവിടെയൊക്കെ ആരാ ഭരിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഇവരെയൊക്കെ തെരഞ്ഞെടുക്കുന്നത്? ഒരു പഞ്ചായത്ത് മെമ്പറിനെ നിങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും നടത്തി തരുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ, അതോ നിങ്ങളുടെ വീട്ടിലെ പാല് കാച്ചിനും കല്യാണത്തിനും ഒക്കെ അവർ കൃത്യമായിട്ട് വരുന്നുണ്ടെന്ന് ഓർത്തിട്ടാണോ? ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാത്രം അവസ്ഥയല്ല, എല്ലായിടത്തും ഇതാണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് അറിയാൻ പറ്റും. മേയറുടെ ഈ സംഭാഷണത്തിന് മുഴുവനായും ഒരു വിമർശനമില്ല, ഒന്നും പറയാനില്ല, കയ്യടിക്കുകയാണ് ആൾക്കാർ. തിരുവനന്തപുരം കോർപ്പറേഷനും മേയർ VV രാജേഷും എന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു ലൈവ് നിങ്ങൾ കണ്ടായിരുന്നോ? എത്രത്തോളം ഇവിടത്തെ മാധ്യമങ്ങൾ അത് നിങ്ങളെ കാണിക്കുമെന്ന് എനിക്കറിയില്ല. DD ചാനലൊക്കെ, ദൂരദർശൻ ചാനലൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അവർക്ക് ഈ പറയുന്ന പോലെ രാഷ്ട്രീയ അജണ്ടയൊന്നും ഇല്ലാത്തത് കൊണ്ട് ചില സംഗതികൾ വളരെ വ്യക്തമായിട്ട് അവർ നിങ്ങളെ കാണിക്കും. അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വാർത്ത ചെയ്യാനുണ്ട്. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ മിസ് ചെയ്തു, എന്റെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ കൊണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത, എല്ലാ മനുഷ്യരും കേൾക്കേണ്ട ഒരു ലൈവിനെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. അത് കോൺട്രാക്ടർമാരുടെയും കൗൺസിലർമാരുടെയും കൂടിയിട്ട് ഒരു യോഗം അദ്ദേഹം വിളിച്ച് സംസാരിച്ചതാണ്. അത് ഫുള്ളായിട്ടും നിങ്ങൾക്ക് DD ചാനലിൽ കാണാൻ സാധിക്കും. ഏകദേശം 28 മിനിറ്റ് നീളുന്ന ആ വീഡിയോയിൽ നമ്മൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. ഇവിടെ ഇന്ന് നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് പൊതുമരാമത്ത് വർക്കുകൾ, അല്ലെ? ഇവിടെയും മേയർമാരുണ്ട്, കൗൺസിലർമാരുണ്ട്. നല്ല ഒരു റോഡ് നമുക്ക് കിട്ടാനില്ല. കോർപ്പറേഷന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിന്റെയോ ഒക്കെ ഭാഗമായിട്ട് വരുന്ന യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രോപ്പറായിട്ട് തീരുമാനമാകാറില്ല. ഒരുപാട് നികുതിപ്പണം അതിന്റെ പേരിൽ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക എന്നൊരു സിറ്റുവേഷനിലൂടെയാണ് എല്ലാ സ്ഥലവും കടന്നു പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനും അങ്ങനെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ 45 വർഷമായിട്ട് നമുക്കറിയാവുന്നതുപോലെ CPM ആണ് അവിടെ ഭരിച്ചിരുന്നത്. CPM ഭരിച്ചിരുന്നപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നുള്ളത് മറ്റൊരു പാർട്ടി അവിടെ ഭരിക്കാൻ വരുമ്പോൾ, അതും ഭരിക്കാൻ അറിയാവുന്ന ഒരു പാർട്ടിയും ഭരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയും തലപ്പത്തിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ആ ലൈവിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ, നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കണം. അതിന് കുറച്ച് കൂടുതൽ വേഗത്തിലാക്കണം. സമയം നമ്മൾ ആരെയും കാത്തു നിൽക്കില്ല. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല എന്നതാണ് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത്. എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ പല കാര്യങ്ങൾക്കും കോൺട്രാക്ടർമാർക്ക് ടെൻഡറുകൾ വിളിക്കാറുണ്ട്, ടെൻഡറുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ടെൻഡറുകളെല്ലാം സമയബന്ധിതമായിട്ട് തീർക്കാൻ ഈ കോൺട്രാക്ടർമാർ നിൽക്കാറുണ്ടോ എന്നുള്ളത് ഒരാളും നോക്കാറില്ല. തിരുവനന്തപുരത്തും അത് തന്നെയായിരുന്നു അവസ്ഥ. ജൂണിൽ ഒരു ടെൻഡർ വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നവംബറിൽ അത് തീരണം, പക്ഷെ മാർച്ചായിട്ടും തീരാത്തൊരവസ്ഥയാണ്. അദ്ദേഹം തന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ജൂണിൽ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നവംബർ മാസത്തിൽ ആ വർക്ക് പൂർത്തിയാക്കുക ുള്ള തടസ്സം നിങ്ങൾക്ക് എന്താണ്? ആ തടസ്സം മാറ്റിത്തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ തടസ്സം മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ആ തടസ്സം മാറ്റിത്തരാൻ ഏത് എക്സ്റ്റെന്റ് വരെ പോയാലും ഞങ്ങൾക്ക് മടിയില്ല. അതിന് ഈ കൗൺസിലിലെ 101 കൗൺസിലർമാർ ഒറ്റക്കെട്ടാണെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം വിളിക്കുന്നതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. പലരും ബിലോയിൽ വർക്ക് എടുക്കും, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ബിലോയിൽ നിങ്ങൾ എത്ര എടുത്തോളൂ, വർക്കിന് തുക ഉണ്ടാകും. പക്ഷെ ബിലോയിൽ വർക്ക് എടുത്തതിന് ശേഷമാണ് പറയുന്നത് ഞാൻ ബിലോയിലാണ് എഴുതുന്നത്, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ബിലോയിൽ എഴുതാൻ? നിങ്ങളോട് ആരും ബിലോയിൽ എഴുതാൻ പറഞ്ഞില്ലല്ലോ. പലരും വർക്ക് സൈറ്റിൽ നിന്ന് കാണാതെയാണ് വർക്ക് എടുക്കുന്നത്. ഈ ടെൻഡർ ആയതുകൊണ്ട് അതൊക്കെ സൗകര്യമുണ്ട്, ഇവിടെ നിങ്ങൾ കോട്ട് ചെയ്യും. എന്നിട്ട് പറയാം അവിടെ മണ്ണിടിഞ്ഞ് കിടക്കുന്നു, അവിടെ കനാൽ ഉണ്ടായിരുന്നു, ഞാനത് കണ്ടില്ല. നിങ്ങൾ കാണണം, നിങ്ങൾ വർക്ക് സൈറ്റിൽ പോയിട്ട് വർക്ക് കാണണം, അതിനുശേഷം മാത്രമേ നിങ്ങൾ കോട്ട് ചെയ്യാവുള്ളൂ. പലരും ടെൻഡറുകൾ എടുക്കുമ്പോഴത്തേക്ക് ആ സ്ഥലം വർക്ക് സൈറ്റ് പോലും കാണാതെയാണ് ടെൻഡർ എടുക്കുന്നത്. അത്ര ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ ചില വ്യക്തികളുടെ കുത്തകയായിരുന്നു ഇതുവരെ. അതായത് ചില കോൺട്രാക്ടർമാർക്ക് മാത്രമേ സർക്കാരിന്റെ പൊതുമരാമത്ത് പണികൾ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് ഏത് കോൺട്രാക്ടർമാര്? അത് ചില രാഷ്ട്രീയപരമായിട്ട് പിടിപാടുള്ള കോൺട്രാക്ടർമാർ. അവര് ഈ പറയുന്ന ടെൻഡർ എടുക്കും. ടെൻഡർ എടുത്തതിന് ശേഷം നോക്കിയിട്ട് അവർ പല ഒഴിവഴിവുകളും പറയും. അതേക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയും ഈ ടെൻഡർ എടുത്ത സമയത്ത് നമ്മൾ വിചാരിച്ചത് ഇത്ര ഒരു എമൗണ്ടിന് തീരുന്നതാണ്, പക്ഷേ ഈ എമൗണ്ടിന് തീരില്ല, അതിൽ കൂടുതൽ എമൗണ്ട് വേണം എന്നാണ്. അതൊന്നും ഇനി പറ്റില്ല. അതായത് സൈറ്റ് കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രം ടെൻഡറുകൾ സ്വീകരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്യുക. പറ്റില്ലെങ്കിൽ ഇവിടെ അനേകം കോൺട്രാക്ടർമാരുണ്ട്, അല്ലെ? പഴയ ആൾക്കാർക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ കടൽക്കടവന്മാർ മാത്രം ഇരുന്നാൽ മതി എന്നൊരു സംഗതി ഇനി പറ്റില്ല എന്നാണ് പറയുന്നത്. ഏത് മേയറിന് അല്ലെങ്കിൽ ഏത് ജനപ്രതിനിധിക്ക് ധൈര്യമുണ്ട് ഇങ്ങനെ പറയാനായിട്ട്?
നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് സർക്കാരിന്റെ വീഴ്ചകളെ പറ്റി പറയുമ്പോൾ ഈ വീണ ജോർജ് അടക്കമുള്ള ആൾക്കാർ പറയുന്നത് സിസ്റ്റം തകരാറിലാണ്. ഏതാണ് സിസ്റ്റം? സിസ്റ്റം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരും അവർ നടത്തുന്ന അഴിമതികളുമാണ്. ഈ ഉദ്യോഗസ്ഥരൊന്ന് നിലക്ക് നിർത്താനായിട്ട് CPM-ന് ഒരിക്കലും സാധിക്കില്ല. കാരണം CITU എന്ന് പറയുന്ന ഒരു സംഘടനയാണ് പിന്നിൽ നിന്ന് ഇതെല്ലാം ഭരിക്കുന്നതും നയിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ കുത്തക അല്ലെങ്കിൽ ഈ പറയുന്ന കോൺട്രാക്ടർമാരുടെ കുത്തക ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൽ പല കാര്യങ്ങളും നടക്കുന്നത്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി അത് നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ കാര്യവും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കോൺട്രാക്ടർമാരെ വഴി ചുറ്റിക്കാൻ വേണ്ടി ബില്ലുകൾ പാസ്സാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടി പല കളികൾ അവർ കളിക്കാറുണ്ടെന്ന്. അതായത് 1 എന്നുള്ള ഒരു അക്കം 9 ആക്കും. 9 ആക്കി വെച്ചും പറയും ഇതിനെ എടുക്കുകയല്ല, ഇത് പറ്റില്ല, ഇത് കൊണ്ടുപോയി മാറ്റിക്കൊണ്ടുപോകുക. അങ്ങനെ ഒരു 10 നടപ്പ് നടന്നു കഴിയുമ്പോൾ കോൺട്രാക്ടറെ ക്ഷമയുടെ നെല്ലിപ്പലക പോകും. അയാളും ഈ പറയുന്നത് പോലെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ ഓരോ മരാമത്ത് പണികൾ നടക്കുന്നത്. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാത്രം അവസ്ഥയല്ല, എല്ലായിടത്തും ഇതാണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മേയറുടെ ഈ സംഭാഷണത്തിന് മുഴുവനായും ഒരു വിമർശനമില്ല, ഒന്നും പറയാനില്ല, കൈയടിക്കുകയാണ് ആൾക്കാർ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇനിയിപ്പം തിരിച്ചെങ്ങാനും ഒരു ഉദ്യോഗസ്ഥ അങ്ങ് പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവരങ്ങ് നടപടി എടുക്കാൻ പോകില്ലേ? അതിനുള്ള ധൈര്യമൊന്നും VV രാജേഷിനില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. ഒരു സംഭവത്തെ പറ്റി അദ്ദേഹം പറയുന്നത് കേൾക്കൂ. എല്ലാം അറിയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ സമൂഹത്തിൽ ഇടപെടുന്നതും ഞാൻ ബിസിനസ്സുകാരോട് ഇടപെടുന്നതൊക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന സ്വകാര്യ ചർച്ചകളെല്ലാം പറയുന്നുണ്ട്. 30-35 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എനിക്ക് ഏറെക്കുറെ എല്ലാ വിവരം കിട്ടുന്നുണ്ട്. ചില ട്രാൻസ്ഫറുകളും ചില അങ്ങോട്ട് ഇവിടെ സീറ്റ് മാറ്റിയൊക്കെ തന്നെ ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഒന്നും അറിയാതെ മിണ്ടാതെ നമ്മളവിടെ ഇരിക്കണമെന്നുണ്ട്. ഇതൊക്കെ മാറ്റിയത് ഒരാൾ ഒരു സീറ്റ് മാറ്റി 3 സീറ്റ് മാറ്റി. 3 സീറ്റ് മാറ്റിയപ്പോഴും അയാൾ അദ്ദേഹം ഹാപ്പി ആയിരുന്നു. ആ 3 സീറ്റിലും ഇരുത്തിയപ്പോഴേക്കും എനിക്ക് സഹിയിട്ട് വൈകുന്നേരം ഒരു കല്യാണ സ്ഥലത്ത് പോകാൻ വയ്യ, ഒരു പാലാട്ട് സ്ഥലത്ത് പോകാൻ വയ്യ മേയർ എന്നുള്ള നിലയ്ക്ക് 4ാമത് അങ്ങനെ നമ്മൾ സീറ്റ് കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറ്റിയപ്പോഴേക്കും നിറഞ്ഞ കണ്ണുകളോടെ മേയറുടെ മുറിയിലേക്ക് വന്നു. മറ്റേ 3 സീറ്റിലും കുഴപ്പമില്ലായിരുന്നു, ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ശരീരാസ്വാസ്ഥ്യം അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് മേയറുടെ മുറിയിലേക്ക് വരിക, മേയറുടെ റൂമിലേക്ക് വരിക. കാരണം എല്ലാ സ്ഥലത്തും ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് കോൺട്രാക്ടർമാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാണ് ബിൽഡർമാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിയമപരമായി നടക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അവരുടെ പറഞ്ഞാൽ മതിയല്ലോ, നടക്കില്ലെന്ന്. ഇതുപോലെ നിന്ന് താപ്പാന കളിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റിയതിനെ കുറിച്ചിട്ടാണ് VV രാജേഷ് പറയുന്നത്. ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ യാതൊരു മടിയുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കൗൺസിലർമാര്, ഈ പറയുന്ന കോർപ്പറേഷൻ മേയർ, ഇവരെയൊക്കെ ജനങ്ങളെ എലക്ട് ചെയ്ത് അധികാരത്തിലേറ്റുന്നത് അവർ ഈ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്തു തരും എന്ന വിശ്വാസത്തോടു കൂടിയാണ്. അങ്ങനെ ആണെന്ന് വിശ്വാസമുള്ള അല്ലെങ്കിൽ അതറിയാവുന്ന എത്ര ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട്? അദ്ദേഹത്തിന് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു ഉദ്യോഗസ്ഥന്റെയോ ഒരു കോൺട്രാക്ടറെയോ അനാസ്ഥ കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കാനുള്ളത് ലഭിക്കാതെ പോകരുത്. അതിനുവേണ്ടിയാണ് മേയർ പ്രവർത്തിക്കേണ്ടത്, ഭരണസമിതി പ്രവർത്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. കോൺട്രാക്ടർമാര് ഈ പറഞ്ഞതുപോലെ തന്നെ സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വർക്ക് തീർത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. പ്രതിപക്ഷത്തായിരുന്നപ്പോഴേക്കും ഒരു വനിതാ കൗൺസിലറുടെ നിരന്തരമുള്ള വേദനയും കണ്ണുനീരും കണ്ടുകൊണ്ട്, ഒരു കോൺട്രാക്ടറുടെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടുകൊണ്ട് ഭരണസമിതി വന്നതിന് ശേഷം ആ കോൺട്രാക്ടറെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താൻ തീരുമാനിച്ചു. ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താൻ വേണ്ടിയുള്ള ചർച്ച ആരംഭിച്ചപ്പോൾ കോൺട്രാക്ടർ അറിഞ്ഞു. പിന്നെ ഈ നാട്ടിലുള്ള പ്രധാനമന്ത്രി വഴി എല്ലാ നേതാക്കന്മാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇന്നസെന്റ് ചോദിച്ചുള്ള കുറച്ചുകൂടെ നേരത്തെ പുറപ്പെടണോ, ഞാൻ വർക്ക് ഇന്നലെ ചെയ്യണോ, ടാർ കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് അന്ന് ഞാൻ കോട്ട വിട്ടിട്ട് ഡയസിൽ കയറുന്നതിന്റെ ആ നിമിഷം വരെ ആ അജണ്ട മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. എത്രത്തോളം അജണ്ട മാറ്റി വെക്കണമെന്ന് പറഞ്ഞു, അത്രത്തോളം ആവേശത്തിൽ അദ്ദേഹത്തെ കരിമ്പടിപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരു കോൺട്രാക്ടറിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു എന്നതിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേയറുടെ പുറകെ അയാൾ വന്നുപോലും. പക്ഷെ മേയർ അത് മൈൻഡ് ചെയ്തില്ല. കാരണം ഇയാള് ചെയ്തു കൊടുക്കാനുള്ള വർക്ക് ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് ആ ഏരിയയിലെ കൗൺസിലർ ഒരുപാട് കരഞ്ഞു മേയറുടെ അടുത്ത്. അത് മനസ്സിലാക്കിയിട്ട് അയാളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി. ഇനി ഇയാൾക്ക് കോർപ്പറേഷന്റെ പൊതുമരാമത്ത് പണികളുടെ കോൺട്രാക്ട് ലഭിക്കുകയില്ല. അപ്പൊ ഇനി അങ്ങോട്ടും ഏത് കോൺട്രാക്ടർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിലും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു മടിയും മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുകൂടിയാണ് അദ്ദേഹം ഈ പ്രസ്താവനയിലൂടെ അർത്ഥമാക്കുന്നത്. കയ്യടി അല്ലാതെ മറ്റൊന്നും നൽകാനില്ല. ഞാൻ കൊച്ചിക്കാരിയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു മേയറുണ്ട്, മിനി എന്നോ മറ്റോ ആണ് അവരുടെ പേര്. കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായിട്ടാണ് അവർ മേയറായിട്ട് കയറിയിരുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരിക്കലും ഇതുപോലെ ജനങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കാറില്ല. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ട് ഒരു ലൈവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗോ ഒരു സംഗതി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. ഇനി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയിട്ട് നമ്മൾ കമന്റ് ഇട്ടാൽ അവിടെയും അവർ മറുപടി തരില്ല. അവരെ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയാണ്. അവരെന്താണ് ഇവിടെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ തന്നെ വൺ ഓഫ് ദി എന്താ പറയുക ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കോർപ്പറേഷൻ തന്നെയല്ലേ. ഇവിടെ എത്രയോ ആളുകളാണ് ജീവിക്കുന്നത്. ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇതുപോലെ തന്നെ അനധികൃതമായ എത്ര നിർമ്മിതികളാണ് ഇവിടെ ഉള്ളത്. പാതി പണിത് വെച്ചിരിക്കുന്നതും ജനങ്ങളുടെ പൈസ പാഴാക്കി വെറുതെ കിടക്കുന്നതുമായിട്ടുള്ള എത്ര സ്ഥലങ്ങൾ.
കൊച്ചി കോർപ്പറേഷന്റെ കാര്യം മാത്രമല്ല, ബാക്കിയുള്ള കോർപ്പറേഷനുകളിൽ നിങ്ങൾ എടുത്തു നോക്കുക, മുനിസിപ്പാലിറ്റികൾ എടുത്തു നോക്കുക, പഞ്ചായത്തുകൾ എടുത്തു നോക്കുക. നിങ്ങൾ നോക്കി വോട്ട് ചെയ്യാത്തത് കൊണ്ട് മാത്രം ഇവിടെയൊക്കെ ആരാ ഭരിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഇവരെയൊക്കെ തെരഞ്ഞെടുക്കുന്നത്? ഒരു പഞ്ചായത്ത് മെമ്പറിനെ നിങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും നടത്തി തരുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ, അതോ നിങ്ങളുടെ വീട്ടിലെ പാല് കാച്ചിനും കല്യാണത്തിനും ഒക്കെ അവർ കൃത്യമായിട്ട് വരുന്നുണ്ടെന്ന് ഓർത്തിട്ടാണോ? നിങ്ങളാണ് മാറേണ്ടത് ജനങ്ങളെ എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു മേയർ സത്യത്തെ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരാൾ ഭരിച്ചിരുന്നെങ്കിലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല? മേയർ വി രാജേഷ് ആദ്യമായിട്ട് ഭരണത്തിൽ കയറിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ മൊത്തം കമ്മികളുടെ തെറിവിളികളായിരുന്നു. ഭയങ്കരമായിട്ട് തെറി വിളിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇരുന്നത്. എന്നാൽ ഇപ്പൊ നിങ്ങളൊന്ന് പോയി നോക്കിക്കേ, അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റുകളുടെയും വീഡിയോകളുടെയും ഒക്കെ താഴെ ആൾക്കാർ ഓരോരോ ആവശ്യങ്ങൾ പറയാണ്. മേയർ സാറെ ഇന്ന സ്ഥലത്തൊന്ന് നോക്കണം, മേയർ ഇന്നത് നോക്കണം, മേയർ അത് നോക്കണം. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുന്നത്? ഇപ്പൊ പോയാലും മേയറിനെ നിങ്ങൾക്ക് നേരിട്ട് കാണാം. എന്താണോ പറയേണ്ടത് അത് അദ്ദേഹത്തോട് പറയാം. എത്ര മേയർമാർ നിങ്ങൾക്ക് ഇതിനുള്ള സാഹചര്യം ഒരുക്കി തരുന്നുണ്ട്? എത്ര പേരെ നിങ്ങൾക്ക് അറിയാം ഇനി ആളാ മേയർ എന്ന് നിങ്ങൾക്ക് അറിയാം? ഇവരൊക്കെ നിങ്ങളിൽ നിന്ന് അകലെ ആകാനും പാടില്ല. പക്ഷെ നിങ്ങളാണ് ഇത് തിരിച്ചറിയേണ്ടത്. നിങ്ങളാണ് നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാകേണ്ടിയിരുന്നത്. അതല്ലാത്തടത്തോളം എന്ത് ചെയ്യാനാ? ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചേ പറ്റൂ. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.